നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തെ സ്വന്തം കോട്ടയിൽ നേരിട്ട ദയനീയ പരാജയത്തിന് പിന്നാലെ മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ബി നേതാവുമായ കെ.ബി. ഗണേഷ് കുമാറിനെ വേട്ടയാടി ഉമ്മൻചാണ്ടി ഫാക്ടർ. സോളാർ പീഡന കേസിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മനഃപൂർവ്വം കൊടുക്കാൻ ഗണേഷ് കുമാർ നടത്തിയ വൻ ഗൂഢാലോചനയുടെ ആരോപണമാണ് കൊട്ടാരക്കര കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കേസിൽ പ്രതി ചേർക്കണമെന്ന് ഗണേഷ് കുമാർ സോളാർ കേസിലെ അതിജീവിതയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നത് താൻ കേട്ടതാണെന്ന് KPCC അംഗം CR നജീബ് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകി. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഗണേഷ് കുമാറിന് വരും ദിവസങ്ങളിൽ ഈ കോടതി മൊഴി കനത്ത പ്രഹരമാകും. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന ഗണേഷ് കുമാറിനെ പിന്നീട് തിരിച്ചെടുക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാതിരുന്നതിലുള്ള കടുത്ത വ്യക്തിവൈരാഗ്യമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് കോടതിയിൽ ലഭിച്ച മൊഴി വ്യക്തമാക്കുന്നത്. പത്തനാപുരത്തെ വോട്ടർമാർ തഴഞ്ഞതിന് പിന്നാലെ ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നേതാവിനെ ചതിക്കാൻ നോക്കിയെന്ന പുതിയ വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വന്നതോടെ ഗണേഷ് കുമാർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല കൂടിയുണ്ടായിരുന്ന CR നജീബ് തനിക്ക് ഗണേഷ് കുമാറുമായി മുൻപുണ്ടായിരുന്ന വ്യക്തിപരമായ അടുപ്പം വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഗണേഷ് കുമാറിന്റെ ആവശ്യപ്രകാരം 2015 മെയ്യിൽ തന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം SC സഞ്ജയ് ഖാനുമൊത്ത് പത്തനാപുരത്തെ പാർട്ടി ഓഫീസിൽ എത്തിയപ്പോഴാണ് ഈ നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷിയായതെന്ന് നജീബ് പറയുന്നു. ഓഫീസിലെ ഗണേഷിന്റെ പ്രത്യേക മുറിയിൽ എത്തിയപ്പോൾ സോളാർ കേസിലെ അതിജീവിത അവിടെയുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ കൂടി സോളാർ പീഡന കേസിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ പദ്ധതികൾ ഒന്നും ശരിയാകില്ല, ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഗണേഷ് കുമാർ അതിജീവിതയോട് പറയുന്നത് താൻ നേരിട്ട് കേട്ടെന്നാണ് നജീബിന്റെ മൊഴി. ഇത് കേട്ട അതിജീവിത തലയാട്ടി സമ്മതിച്ച് ഓക്കെ എന്ന് മറുപടി നൽകുകയും ചെയ്തു. ക്രൂരമായ ഈ ഗൂഢാലോചനയെക്കുറിച്ച് ഉടനടി ഉമ്മൻചാണ്ടിയെ വിളിച്ച് പറയാൻ താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ലെന്നും തുടർന്ന് അദ്ദേഹത്തിന്റെ PA വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നുവെന്നും നജീബ് കോടതിയെ അറിയിച്ചു. സോളാർ പീഡന കേസിലെ പരാതിക്കാരി മുൻപ് അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി നൽകാനായി 4 പേജുകൾ അധികമായി കൂട്ടിച്ചേർത്തതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച് അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് ഫയൽ ചെയ്ത ഹർജിയിലാണ് കൊട്ടാരക്കര കോടതിയിൽ വിചാരണ പുരോഗമിക്കുന്നത്. ഈ കേസിൽ 1-ാം പ്രതി സോളാർ അതിജീവിതയും 2-ാം പ്രതി കെ.ബി. ഗണേഷ് കുമാറുമാണ്. ഗണേഷ് കുമാറിന് വേണ്ടി അഡ്വക്കേറ്റ് ഷൈൻ പ്രഭയാണ് കോടതിയിൽ ഹാജരായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തെ വോട്ടർമാർ ഗണേഷ് കുമാറിനെ കൈവിട്ടതിന് പ്രധാന കാരണം ഉമ്മൻചാണ്ടി എന്ന നേതാവിനോട് അദ്ദേഹം കാട്ടിയ ക്രൂരതയ്ക്കെതിരെയുള്ള ജനവികാരമായിരുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇപ്പോൾ വിചാരണ കോടതിയിൽ തന്നെ ഗണേഷിനെതിരെ സുപ്രധാന സാക്ഷിമൊഴികൾ പുറത്തു വന്നതോടെ വരും ദിവസങ്ങളിൽ ഗണേഷ് കുമാറിന് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം വിചാരണ നേരിടേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന. കെ.ബി. ഗണേഷ് കുമാറിനെതിരെ മുൻ പേഴ്സണൽ സ്റ്റാഫ് നൽകിയ മൊഴി മുൻപ് പുറത്തു വന്നിരുന്നു. 2011 മുതൽ 2013 വരെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്ന സുധീർ ആയിരുന്നു കൊട്ടാരക്കര കോടതിയിൽ ഗണേഷിനെതിരെ മുൻപ് മൊഴി നൽകിയത്. ഉമ്മൻചാണ്ടിയെ ലൈംഗിക ആരോപണ കേസിൽ കൊടുക്കുമെന്ന് ഗണേഷ് പറഞ്ഞിരുന്നതായിട്ടാണ് സുധീർ മലയിൽ മൊഴി നൽകിയത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി കുടുക്കിയതാണെന്ന് ഗണേഷിന്റെ സഹോദരി ഉഷ മോഹൻദാസും മുൻപ് ആരോപിച്ചിരുന്നു. ആ കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ടിൽ തനിക്ക് ഖേദമുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു.